ഹലോ ഗൈസ്, ഞാൻ രാവിലെ തന്നെ വന്നിരിക്കേട്ടാ. അതേ, ഞങ്ങളൊരു പൂച്ചിൻ്റെ അവിടെ മാളുക്കുട്ടി രാവിലത്തെ അവളത്തെ വിശേഷം പറയാൻ നിന്നിരിക്കും. ഇത് പോണ സമയത്തേ ഭയങ്കര കളിയിൽ മുതിർക്കും. രഘുവായിട്ട് ഇങ്ങനെ കളിയായിരിക്കും. ഇപ്പോഴത്തെ രഘുവിൻ്റെ വണ്ടി പോവാറായിട്ടുണ്ട്. വണ്ടി കയറിയിരിക്കേട്ടാ. കാണിച്ചല്ല ഉണ്ടാ. ഇത് പോണ സമയമാകുമ്പോൾ മൂപ്പര് പോയി വണ്ടിയിൽ ആദ്യമേ ഹാജരായിരിക്കും. സിദ്ധുവിന് വണ്ടിയിൽ പോവാൻ സമ്മതിക്കില്ല. പോണ്ടാന്ന് പറയുന്നത് ഇതിനോട് ആദ്യമേ വണ്ടി കയറിയിരിക്കും. ആളെയും കൊണ്ട് പോകാനേ പറയുന്നട്ടാ. സമ്മതിക്കില്ല പോവാൻ. കുറേ നേരം വണ്ടി പോണ ഞാനെടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഇത് വന്ന് പോവാൻ. ഇതിൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞത് ഏത് പോകണം, ഓട്ടം പോകാൻ പോകണം. രാവിലെ നേരത്തെ എടുക്കും വണ്ടി. ഇത് അങ്ങോട്ട് നോക്കിയത് എന്താണെന്നറിയോ, ഇതിവിടെ ഒരു ഒരക്ഷയില്ലേ മോനെ. ആടക്കട്ടെ, എടുക്കട്ടെ, എടുക്കണാ വാമാളു. ചേട്ടൻ പൊക്കോട്ടെ, ചേട്ടൻ പൊക്കോട്ടെ, വന്നേ വാ വാ. ചേട്ടൻ പോട്ടെ, ചേട്ടൻ മണിക്ക് വേണ്ടേ, വാ. ഓട്ടം പോട്ടെ കേട്ടാ, വാ. ഞാൻ കൊണ്ടിരുത്തിയ പോലെ ഇരിക്കണ്ടേ. അവിടെ ഇരിക്കും പറഞ്ഞു പോരില്ല. കണ്ട ഭയങ്കര സാമർത്ഥ്യം. ഇത് പോകണം ഇറങ്ങി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. ചേട്ടൻ പൊക്കോട്ടെ കേട്ടാ, നമുക്കിവിടെ നോക്കിക്കാം. അപ്പം കറ്റി മറിച്ചിട്ടാ വണ്ടി കയറിയിട്ട് അടങ്ങി നിൽക്ക്, അടങ്ങി നിൽക്കും ആളു. നോക്കിയിരിക്കണേട്ടോ പോണത്. ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരാളെൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. പോണമെന്നിട്ട് ഭയങ്കര വാശിയില്ല പോണ കാരണം. ഓ മര്യാദക്ക് ഇരിക്കും ആള് വെച്ചില്. തുളസി തോട്ടം തന്നെ, തുളസി തുളസി ഇങ്ങനെ പന്തൽ പോലെ നിൽക്കുന്നു. തുളസി എന്ത് തുളസിയാണെന്ന് എനിക്കറിയില്ല. കൃഷ്ണ തുളസിയാണോ സാധാ തുളസിയാണോ എന്നറിയില്ല. നല്ല രസമാണ്, നന്നായി തന്നെ തുളസി. ഏതേ പോവാണ്. പോയി ഇതിന് ചായയുടെ കഴിഞ്ഞിട്ട് ഇത് പോയി. ഇനി ഇവിടെ താഴത്ത് നിർത്തട്ടെ. നിങ്ങൾ രഘുവിൻ്റെ പിന്നാലെ പോവും. ഭയങ്കര കുറുമ്പത്തിയാണ് ആള്. അകത്തേക്ക് പോ, അകത്തേക്ക് പോ.
ആളുട്ടി അകത്തേക്ക് പോ. വാ, ഞാൻ പോണിട്ട് അകത്തേക്ക്. ഇത് ചായ കുടിച്ച പാത്രം. രാവിലെ ചുക്കാപ്പിന് കുടിക്കുക. ചുക്കാപ്പിയും പുട്ടും പഴം കഴിച്ചിട്ട് പോയി. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുക. ഇപ്പം സമയം എത്രയാണോ കേട്ടോ, നോക്കട്ടെ. ഇനി കുറേ പണികളൊക്കെ ഉണ്ട്. ഞാൻ ഋതുവിനെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട്, എനിക്കുള്ള പുട്ടുണ്ടാക്കണം, പണികളുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോകണം, ശ്രീരാമൻ്റെ അമ്പലത്തിൽ തൃപ്രയാറ്. അപ്പോൾ ഇനി എനിക്ക് കഷായം കുടിക്കണം. കഷായം കുടിക്കാൻ വെള്ളം ചൂടാക്കണം. ഇതെൻ്റെ കഷായം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിനി കഷായം കുടിക്കുന്നു. കഷായം കുടിക്കണത് എനിക്ക് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പോൾ ആയുർവേദം ഇപ്പോൾ കാണിക്കണത്. ആയുർവേദം ഇംഗ്ലീഷും കാണിക്കുന്നുണ്ട്, രണ്ടും കഴിക്കാൻ മരുന്ന്. പക്ഷേ മരുന്നിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഒഴിച്ചിലൊക്കെ കാര്യങ്ങളൊക്കെ 1.5 മാസം കിടന്ന് ഒഴിച്ചിലൊക്കെ ചെയ്തു. കൊലപ്പാട് കോതളം ബീച്ചിലേക്ക് പോണ റോഡാണ് ആയുർവേദം, ഗവൺമെൻറ്റിൻ്റെ. അവിടുത്തെ മരുന്നാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടോ. കഷായം കുടിക്കുമ്പോൾ ശരീരത്തിനൊരു ബലമൊക്കെ കിട്ടുന്നുണ്ട്. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അതിന് ഈ കഷായം രാവിലെ വെറും വയറ്റിൽ 5 മില്ലി കഴിക്കണം. 45 മില്ലി വെള്ളം. ആയുർവേദം മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഇപ്പം ശീലമായി. കഴിച്ച് ശീലമായി. മാള് ഇവിടെ പോയി നോക്കട്ടെ, എന്നിട്ട് കഷായം കുടിക്കും. വെള്ളം ചൂടാവട്ടെ. മാളു, ആൾട്ടിയേ. മാളുവിനെ വരുത്താനുള്ളൊരു വിദ്യ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഒരു ഐഡിയ. ഇപ്പം മാള് വരുന്ന കാണിച്ചു തരാം കേട്ടോ. മാളുവോ, മാളു, മാളു ഓടിവാ. മാളുട്ടിയേ ഓടിവാടി. നോക്കിയേ, കാണില്ലല്ലോ, എവിടെ പോയോ മാളു. മാളുസേ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ മാളു? മാളുവാ, മാളു പാടി. വിളിച്ചോടി വരണുള്ളത് കേൾക്കുമ്പോൾ. അപ്പം ഇന്നലെ തൊട്ട് പുറത്തിറങ്ങി തുടങ്ങിയപ്പോഴേ ഇവിടെ ഞാൻ നടക്കുന്നുണ്ട്. എവിടേക്ക് പോയാവോ, കാണില്ല. മാളു, മാളുട്ടിയേ, മാളു. അല്ലെങ്കിൽ കിളിക്കുമ്പോൾ ഓടി വരുന്നതാ. കിളിക്കണത് എന്താണെന്നറിയോ, അവളുടെ ഫുഡാട്ടാ, ബിസ്ക്കറ്റ്. അവളുടെ ബിസ്ക്കറ്റുള്ളൂ. ഇത് കിളിക്കുമ്പോൾ എവിടെ ഉണ്ടെങ്കിലും അവൾ ഓടി വരാറുണ്ട്. പിന്നെ അവിടെ പോകണമല്ലോ. ഇന്ന് ഈ കാലത്ത് തന്നെ ഫുഡ് അടിക്കാൻ കഴിഞ്ഞ് മുപ്പരാ. എത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അവൾക്കുള്ള ഭക്ഷണം പോയി. എനിക്ക് 4:45 ഇരിക്കും. ആ സമയത്ത് അവൾ ഞങ്ങളെക്കാളും മുന്നേ എനിക്ക് രഘുവിനെ വിളി തുടങ്ങും. കാലം വന്ന് തോണ്ടി തോണ്ടി വിളിച്ച് ഏൽപ്പിക്കും. അപ്പോൾ ആ നേരത്തെ നന്നായി ഭക്ഷണം കഴിച്ചേ. അപ്പോൾ അത് കാരണം അവൻ പുറത്ത് പോയത്. എനിക്ക് കാണില്ല, കുറച്ച് കഴിഞ്ഞ് നോക്കാം. മാളു ഓടി വാ, വാ 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 വാ. മാളുവോ വാടിങ്ങട്. മാളു എവിടെ പോയോ? നടന്നു തുടങ്ങി ഞാനിപ്പോൾ. ടെറസിൻ്റെ മേലേക്ക് കയറിയിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഇടയ്ക്ക് ഇപ്പോൾ അവിടെ കയറൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു പരിപാടിയത്. ഇതൊക്കെ രഘു ഉണ്ടാക്കിയതാട്ടോ, മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. രഘുവിന് ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ അറിയാം. കുറേ ഉണ്ടായിരുന്നു, കുറേയൊക്കെ വിറ്റു.
പിന്നെ ആ പുറത്ത് കിടക്കുന്ന ടീപ്പോയൊക്കെ മൂപ്പര് ഉണ്ടാക്കിയിടാം. വെള്ളം ചൂടായി മരുന്ന് വെച്ചിട്ടിടാം. മരുന്നെടുക്കുമ്പോൾ നമുക്ക് ഉലുക്കിയെടുക്കണ്ടേ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് അടിഞ്ഞ് നിൽക്കുന്നുണ്ടാവും മരുന്നിൻ്റെ അതൊക്കെ സത്തൊക്കെ. നല്ല മരുന്നാട്ടോ ഈ കഷായം. പാർക്കിൻസൺസ് ഉള്ളവർക്കൊക്കെ ആയുർവേദം കൂടി കാണിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ, ഇംഗ്ലീഷ് മരുന്നാകുമ്പോൾ അതിൻ്റെ എന്നിട്ട് അതിൻ്റെ ഡോസ് കഴിയുമ്പോൾ അത് തീർന്നു. പിന്നെ മരണം വരെ അത് കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. എന്തായാലും അത് കഴിക്കണം, മരണം വരെ ഇംഗ്ലീഷ് മരുന്നും കഴിക്കണം, ആയുർവേദം. പക്ഷെ ആയുർവേദമാകുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ശരീരം വേദനയൊക്കെ കുറഞ്ഞു കിട്ടും. ഈ അസുഖത്തിന് ഭയങ്കര ശരീരം വേദനയായിരിക്കും. ശരീരം വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കാനേ പറ്റില്ല. ശരീരമൊക്കെ നുറുങ്ങണ വേദനയായിരിക്കും. അതാരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അസുഖം വന്ന് അനുഭവിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാവും ഈ അസുഖത്തിനെ പറ്റി പറയുമ്പോൾ. എല്ലാത്തിനോട് പറഞ്ഞാൽ വിചാരിക്കും എന്തിനേക്കാളും വലിയ അസുഖം നമുക്കുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ എല്ലാ അസുഖത്തിനും അതിൻ്റേതായ ഇതുണ്ട്, ശരിയാ. പക്ഷേ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ എത്ര ആശ്വാസം. എന്തോരം രോഗികൾ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. കാണുമ്പോൾ വിചാരിക്കും ഒരു അസുഖമില്ലാന്ന്. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കില്ലായിരുന്നു. ഈ ആയുർവേദം കാണിച്ചപ്പോഴാട്ടോ കുറേ മാറ്റങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയത്. കോതകുളത്ത് ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് ആശുപത്രി ആണെങ്കിലും അവിടുത്തെ ഡോക്ടർമാരായാലും നല്ല പെരുമാറ്റവും സ്നേഹവും എല്ലാ കാര്യത്തിലും നല്ലതായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഹോസ്പിറ്റലിൽ. ഞാൻ 1.5 മാസം കിടന്നു. നല്ല പെരുമാറ്റവും ഡോക്ടർമാരുടെ പെരുമാറ്റവും നഴ്സുമാരുടെ പെരുമാറ്റവും. നമ്മുടെ അഡ്മിറ്റ് ആയാലും അവരുടെ അവിടുത്തെ സേവനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പെരുമാറ്റം, നഴ്സുമാരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം, മനസ്സിനൊക്കെ ഒരു പ്രത്യേകതയായിരിക്കും. കാരണം നമ്മൾ വയ്യാത്ത ആൾക്കാരും കൂടുതൽ അവരതന്നെ വയ്യാത്ത ആൾക്കാരല്ലേ, ടെൻഷൻ അടിക്കാൻ പാടില്ല. പരമാവധി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ കാര്യത്തിനും നല്ലതായിരുന്നു. പിന്നെ അവരുടെ ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ഒരു നേഴ്സുമാരെ പോലെ തോന്നിയില്ല, വീട്ടിലൊരു ചേച്ചിമാരെ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് അവിടെ തോന്നി. ഡോക്ടറെ നല്ല കമ്പനിയായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഇതായിരുന്നു. എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് ആ ഡോക്ടറാണ്, രാജേഷ് ഡോക്ടർ എന്ന്, രാഗേഷ് ഡോക്ടറാണ് പേര്. ഡോക്ടർ പേര് രാഗേഷ് ഡോക്ടർ. കോതളം ബീച്ചിലേക്ക് എത്തണ്ട, പലപ്പാടെന്ന് ഇവിടെ പറയാം. പലപ്പാട് ഗവൺമെൻറ് ആശുപത്രി. എന്തായാലും കോതളം ആ ബീച്ചിൻ്റെ ആ റോഡാണ് ആ വഴി വരുന്നത്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വാദസംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാണിച്ചാൽ മതി. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. നമുക്കൊരു അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അനുഭവത്തിൽ നല്ല മാറ്റം വന്ന കാരണം ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് അവിടെ വാദസംബന്ധമായ അസുഖങ്ങൾക്കാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാത്തിനും ഉണ്ട്, എല്ലാ സംഭവങ്ങൾക്കും ഉണ്ട്. എന്നാലും വാദസംബന്ധമായതിന് കൂടുതൽ അവിടെ എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല മാറ്റം വന്നവർ. ഞാൻ അവിടെ അഡ്മിറ്റ് ആയിട്ട്, ഞാൻ ചെല്ലണതിന് മുന്നേ അവിടെ ഒരു ചേച്ചി അഡ്മിറ്റ് ആയിരുന്നു. ആ ചേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. ആ ചേച്ചി പറയുക, നടക്കാൻ പോലും പറ്റാതെ അവശയായിട്ട് വന്നതാണ്. എന്നിട്ട് നല്ല ഉഷാറിലായിട്ട് കഴിഞ്ഞ് പോയത്. ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പോൾ അവിടെ കിടന്നിരുന്ന ആൾക്കാരായിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്, നമുക്ക് തന്നെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളല്ലേ. എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യം ഞാൻ പറയാം. നല്ല മാറ്റമുണ്ട്, ശരീരത്തിന് നല്ലൊരു ആശ്വാസമുണ്ട്. വാദസംബന്ധം ഈ അസുഖം എന്ന് പറഞ്ഞാൽ കമ്പവാദമാണ് ഈ അസുഖത്തിൻ്റെ മലയാളം. ഇംഗ്ലീഷിൽ പാർക്കിൻസൺസ് എന്ന് പറയും. കമ്പവാദം എന്നാണ് അസുഖമാണത്. അപ്പോൾ കഷായം ഞാൻ ഒഴിച്ചു. അളവ് പാത്രമൊക്കെ ഉണ്ട്. കറണ്ട് പോയി അതിൽ. അപ്പോൾ ഇനി
കഷായം ഒഴിച്ചു ഇനി വെള്ളം ഒഴിക്കട്ടെ. കഴിച്ച് ഏതാണ്ട് ഒരളവ് മനസ്സിലായി തുടങ്ങി. ഡെയിലി ഇത് കഴിക്കണതല്ലേ രാവിലെ. മാള് എവിടെ പോയാവോ? മാളിനെ കാണാനില്ല. ഭയങ്കര കയ്പാ. പച്ചിട്ട് പാടില്ല. എന്താ ചെയ്യാ? രക്ഷയില്ല, കുടിച്ചേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ മരുന്ന് കപ്പിക്കച്ചൂർണം, ഇതും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി കുടിക്കണം. ഈ കപ്പിക്കച്ചൂർണം എന്ന് പറഞ്ഞാൽ വിറയലിനൊക്കെ ഉള്ള പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ വിറയലിൻ്റെ അസുഖമാണല്ലോ. വിറയലും ചലനശേഷി ഇല്ലാണ്ടായിരിക്കുമല്ലോ. അതാണ് ആയുർവേദത്തിൽ നിന്ന് മരുന്നുള്ളതാണ് കേട്ടോ ഇതും. പിന്നെ ഇത് ന്യൂക്കാസ് പ്ലസ് ഇതിനൊക്കെ നല്ല വിലയുണ്ട്. ഇതിന് വരുന്നത് കണ്ണൊന്നും കണ്ടുകൂടാ. എൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. MRP 433 കണ്ടെന്നു. ഈ അസുഖം വന്ന കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറയുമെന്ന് പറയുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ച കുറയും, സംസാരത്തിൻ്റെ ഇത് മാറും പറഞ്ഞു. സംസാരത്തിൻ്റെ ഇങ്ങനെ എനിക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ. ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ സംസാരത്തിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം എനിക്ക് 4 വർഷം കഴിഞ്ഞ് 5 വർഷമായി ഈ അസുഖം വന്നിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ വരെ വേണമെന്ന് പറഞ്ഞതാ. ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ആദ്യം കാണിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞു, ആദ്യം ഇവിടെ കുറേ ഹോസ്പിറ്റലിൽ എന്താ അസുഖം എന്നറിയാണ്ട് കുറേ ഹോസ്പിറ്റലിൽ കാണിച്ച് ആ മരുന്ന് ഈ മരുന്ന് അയൺ ഗുളിക അത് ഇതൊക്കെ തന്നിട്ട് കാൽസ്യക്കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായി. ലാസ്റ്റ് എന്ത് ചെയ്തു, എല്ലാവരും പറഞ്ഞു ജൂബിലി പോയി നോക്കാൻ. ജൂബിലി പോയി. അവിടെ നിന്ന് ടൈം എൻ്റെ ഈ അസുഖം എന്താണെന്ന് അറിഞ്ഞത് ജൂബിലി ഹോസ്പിറ്റലിൽ നിന്നാണ്. എനിക്ക് പാർക്കിൻസൺസ് എന്ന് അറിഞ്ഞത് അവിടെ വെച്ചിട്ടാണ്. അവിടെ നിന്ന് ചികിത്സ ചെയ്തു. ഒരു മാസം കറക്റ്റ് അവിടുത്തെ മരുന്നൊക്കെ കഴിച്ച് കുറവായി വന്നു. പിന്നെ ഇടയിൽ ചില സമയത്ത് കൂടുക കുറയുക അങ്ങനെയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി തിരുവനന്തപുരം ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ അവിടെ ഇതിൻ്റെ ആശ കിഷോർ എന്ന് പറഞ്ഞ ഡോക്ടർ, അതിൻ്റെ മെയിനാണ് കറണ്ട് പോയതട്ടെ വന്നു. ആശ കിഷോർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഇതിൻ്റെ മെയിനാണ്. അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചു. ആ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഈ മരുന്നൊക്കെ തന്നെ തന്നു. അവിടെ നിന്നും ഇതേപോലെ കുറച്ച് നാൾ കഴിച്ചു. 1 മാസത്തോളം കഴിച്ചു നിന്നു. ആ 1 കൊല്ലത്തോളമൊക്കെ കഴിച്ചു നോണ്ടാ മരുന്ന്. എന്നിട്ടും പഴയ പോലെ തന്നെ കുറച്ച് നാൾ സമാധാനം ഉണ്ടാവും, വീണ്ടും പോവും. പഴയ പോലെ വിറയലൊക്കെ കൂടും. ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ലാസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലായി. ടെൻഷൻ തീരെ പറ്റില്ല. ആ സമയത്ത് എന്തോ ഒരു മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലായി, തീരെ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കണ്ട വഴിക്ക് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനിലാണ്ട് വേറെ രക്ഷയില്ല, 15 ലക്ഷം രൂപ വേണ്ടി വരും ഓപ്പറേഷന് മാത്രം. അത് കേട്ടപ്പോൾ നമ്മൾ സാധാരണക്കാരല്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പാർട്ടിക്കാരും അവരോടൊക്കെ പറഞ്ഞ് പിരിവൊക്കെ നടത്തി. പക്ഷെ നമുക്ക് ഭാഗ്യം ഇല്ല. 15 ലക്ഷം കിട്ടാനുള്ള
മാർഗം ഉണ്ടായില്ല നമുക്ക്. ഒരു 1.5 ലക്ഷം ആയപ്പോഴേക്കും സ്റ്റോപ്പായി. പിന്നെ ആരും പൈസ അയക്കാണ്ടായി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ നമുക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമമായി. അപ്പോൾ പിന്നെ ആൾക്കാർ കേട്ടറിഞ്ഞ് ഈ ആയുർവേദത്തിൻ്റെ കാര്യം ഞങ്ങൾ കേട്ടത്. എനിക്കൊരു അവസരം ഒരു ചൊറിച്ചിൽ പോലെ വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതാണ്. എനിക്കെൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്നു ഫുഡിൻ്റെ എന്തോ അലർജി ഉണ്ടായിരുന്നു, ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അതിന് വേണ്ടി പോയപ്പോൾ ഡോക്ടറോട് നമ്മൾ പറയണല്ലോ ഏത് മരുന്ന് കഴിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്, പാർക്കിൻസൺസ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ആകെ അത്ഭുതപ്പെട്ടു. ഇത്ര ചെറുപ്പത്തിലെ പാർക്കിൻസൺസ് വന്നു. അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ അഡ്മിറ്റായിട്ട് നമുക്ക് ചികിത്സ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ അവസ്ഥയിൽ എവിടെ നിന്നാ ഒരു ഇത് കിട്ടാതെ മാറാമെന്നുള്ളൊരിതില്ലായിരുന്നു. നമ്മൾ കേട്ടപ്പോഴേക്കും ഓക്കെ പറഞ്ഞു. അങ്ങനെ പിന്നത്തെ മാസം അവിടെ അഡ്മിറ്റായി ചികിത്സ തുടങ്ങിയപ്പോഴൊന്നും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഞാനിനി ഇങ്ങനെ തന്നെയായിരിക്കും, ഞാനിനി ഇങ്ങനെ തന്നെയായിരിക്കും, കിടപ്പിലാവും, അങ്ങനത്തെ മാനസികാവസ്ഥയിലൊക്കെ ടെൻഷൻ ഡിപ്രഷനൊക്കെ കൂടി ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതാരോടും പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ഒരു അവസ്ഥയിലായി. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ടായിരുന്നില്ല. ആളുടെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ടെൻഷൻ, എന്തോന്ന് പറയുക, ഞാൻ കാരണം ഒരാളുടെ ജീവിതം കൂടി ഇല്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ ആലോചിച്ചു. എല്ലാം അറിഞ്ഞിട്ടാണ് ആൾ കല്യാണം കഴിച്ചാണെങ്കിലും നമുക്കൊരു മനസ്സിനൊരു അവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരവസ്ഥയിലായി ഞാൻ. എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. ഞാൻ എന്തിനാണ് ജീവിക്കണേന്ന് പോലും തോന്നിപ്പോയൊരവസ്ഥയിൽ ആ ആശുപത്രി കിടന്ന അവസ്ഥ. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഇത്രയും മാറ്റം വന്നത് എനിക്ക് ഇപ്പോൾ ഭയങ്കര അത്ഭുതം പോലെ തോന്നും. കുറേ നമ്മളെ വിശ്വാസം, ദൈവത്തിന് വിളിക്കണതും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ കുറേ ഡോക്ടറുടെ കഴിവും. ഡോക്ടറിനോട് 100% അല്ലെങ്കിലും ഒരു 75% ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു മാറ്റം വരുത്തുന്നു. ഡോക്ടറുടെ ഒരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കും ഒരു മനസ്സിലെത്തി ആ നേരത്ത് ദൈവം തരും. പിന്നെ ഡോക്ടറും നേഴ്സുമാരുടെയൊക്കെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ വരെ പിടിച്ചെത്തി. അങ്ങനെ ചികിത്സ തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. മരുന്നുകൾ കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാണ്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ അപ്പോഴേക്കും മരുന്നുകൾ കണ്ടുപിടിക്കാൻ പറ്റട്ടെ ദൈവമേ എന്ന് പ്രാർത്ഥന. ഈ അസുഖമുള്ളവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അല്ലാത്തവരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അവസ്ഥ, അനുഭവിക്കുന്ന അവസ്ഥ അവർക്കറിയില്ലല്ലോ. ആ അസുഖമുള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുമ്പോൾ വലിയ കുഴപ്പം തോന്നില്ല. മരുന്ന് കഴിച്ച് കുറച്ച് നേരത്തിൽ നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമ്മുടെ ഈ മരുന്നിൻ്റെ ഡോസ് പോകുമ്പോഴത്തെ ഒരു അവസ്ഥയുണ്ട്, അത് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഇരുന്നോടത്തൊന്നും നീങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടാവില്ലേ. ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് നമുക്ക് ഇരുന്നോടത്ത് നീങ്ങിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ, അത് എന്ന് പറഞ്ഞാലൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ദൈവം ഇനി ആർക്കും അങ്ങനത്തെ ഒരു അസുഖം വരത്തില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് എന്താണെന്നറിയില്ല ഇങ്ങനെ ഒരു അസുഖം വന്നത്. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ് ജന്മനാലുള്ളതായിരിക്കാം എന്ന് പറഞ്ഞു. എന്തായാലും അനുഭവിച്ചല്ലേ പറ്റൂ. ഇതിന് മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ അസുഖം മാറാനും ഈ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കാനും എല്ലാത്തിനും കൂടി. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ. ഞാൻ ശോകം പറഞ്ഞ കാലത്ത് തന്നെ മുഷിപ്പിക്കുന്നില്ല. ശരി എന്നാൽ ഞാൻ ഇനി എൻ്റെ പണികൾ തുടങ്ങട്ടെ കേട്ടോ. ഓക്കേ.